ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിൽ കൂടെ ഉള്ള ഒരു തീർത്ഥയാത്ര നമ്മൾ ആരംഭിച്ചു കുറച്ച് ദിവസം മുമ്പ്. ഇപ്പോൾ ആ തീർത്ഥയാത്രയിലെ 7ാമത്തെ ദശകത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ നമ്മൾ ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള ലീലകളും വൈഭവങ്ങളും വിഭൂതികളുമൊക്കെ കണ്ടു. അതിനുശേഷം പുതിയൊരു തീർത്ഥസ്ഥാനത്തേക്ക് മേൽപ്പത്തൂർ നമ്മളെ ഈ 7ാം ദശകത്തിൽ എത്തിച്ചിരിക്കുകയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ തീർത്ഥാടനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും സർവശ്രേഷ്ഠമായിട്ടുള്ള വൈകുണ്ഠം എന്ന തീർത്ഥസ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ ദശകത്തിൽ കൂടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാങ്മയമായിട്ടുള്ള സഞ്ചാര വിവരണം നമുക്ക് ദർശിക്കാം. അദ്ദേഹം ഒരു ഗൈഡായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഓരോ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. മനോഹരമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള അനവധി ശ്ലോകങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വിശിഷ്ടമായ ദശകമാണ് ഈ 7ാമത്തെ ദശകം. നമുക്കതൊന്ന് അതിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാം. അതിൽ ബ്രഹ്മാവിൻ്റെ ജനനം അഥവാ ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് ജനിക്കുന്നതും മാത്രമല്ല ബ്രഹ്മാവ് തപസ് ചെയ്യുന്നതും ആ തപസ്സിൻ്റെ ഒരു പരിപൂർത്തിയിൽ ഭഗവാൻ സന്തുഷ്ടനായിട്ട് ആ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുന്ന വൈകുണ്ഠലോകമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിലേക്കൊന്ന് ഞാൻ കിടക്കാം. 1ാമത്തെ ശ്ലോകം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാരവികസന്നാനാസിസൃക്ഷാരസ. അതാണ് ആദ്യത്തെ ശ്ലോകം. ഏവം ദേവാന്ന് ഭഗവാനെ ഗുരുവായൂരപ്പൻ്റെ നേരെ നോക്കി ഇരുന്നിട്ടാണല്ലോ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ് ദേവാ എന്ന് പറഞ്ഞാൽ തേജസ്സോട് കൂടി ഇരിക്കുന്നവനെ എന്നർത്ഥം. പിന്നെ ദിവ് ക്രീഡന എന്നൊരു ധാതുപാഠമുണ്ട്. അതനുസരിച്ച് ഭഗവാന്റെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നവനെ എന്നൊക്കെ ആണ് അർത്ഥം. ഇപ്രകാരം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഇപ്രകാരം എന്ന് പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞു നിർത്തി. എവിടെയാണ് നിർത്തിയത്? ഈ 6ാമത്തെ ദശകം അവസാനിക്കുന്നത്
ആ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് രൂപത്തിൻ്റെ വർണ്ണനയോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 5-ാമത്തെ ദശകവും 6-ാമത്തെ ദശകത്തിലും പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ 7-ാമത്തെ ദശകം. അപ്പോൾ അതിനോട് ചേർത്ത് വേണം നമ്മളിത് പഠിക്കാൻ. അങ്ങനെ ചതുർദശാത്മക ജഗത് രൂപേണ ജാതഃ, ഈ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ അങ്ങ് അവതരിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ ഒരുപാട് അവതാരങ്ങളുണ്ട്. വിരാട് രൂപം എന്ന് പറയുന്നതും ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ്. ആ തരത്തിലുള്ള ഒരു അവതാരം എടുത്തു എന്ന് പറഞ്ഞു. പുനഃ അത് കഴിഞ്ഞിട്ടോ തസ്യോർധ്വം ഖലു, തസ്യ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ, ഈ 14 ലോകങ്ങളിലെയും ഏറ്റവും മുകളിൽ, ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിൽ സത്യലോക നിലയെ, ഏറ്റവും മുകളിലുള്ള ലോകമാണ് സത്യലോകം. ആ സത്യലോകത്തിൽ ജാതോസി ധാതാ സ്വയം ധാതാ സ്വയം ജാതഃ. അപ്പോൾ അങ്ങ് തന്നെ സ്വയം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ, നിന്തിരിവടി തന്നെ ജാതഃ അസി എന്ന് പറഞ്ഞു. അസി എന്ന് പറയുമ്പോൾ അങ്ങുന്ന് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ ആ ബ്രഹ്മാവായിട്ട് അവതരിച്ചത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു അംശാവതാരമായിട്ടാണ് അവിടെ ബ്രഹ്മാവ് ജനിച്ചിരിക്കുന്നത്. എവിടെ? ഈ ഊർധ്വത്തിൽ, അതെന്ന് പറഞ്ഞാൽ സത്യലോകത്തിൽ, ഏറ്റവും മുകളിലുള്ള സത്യലോകത്തിൽ അവതരിച്ചിട്ടുള്ളത്. അവിടെ ഖലു എന്ന് പറഞ്ഞു. ഖലു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നേരിട്ട് ദൃക്സാക്ഷിയായിട്ട് കണ്ടിട്ടില്ല മേൽപ്പത്തൂരെ. പിന്നെയോ ആചാര്യന്മാർ, നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാർ തപശ്ചര്യയെ കൂടിയൊക്കെ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഖലു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത്രേ, അങ്ങനെയാണല്ലോ എന്നൊക്കെയാണ് അർത്ഥം എടുക്കേണ്ടത് സംസ്കൃതത്തിൽ. അപ്പോൾ അത് ധാരാളമായിട്ട് കാണാം. കില, ഖലു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇതിന് മുമ്പിലത്തെ ദശകങ്ങളിലും കണ്ടു, ഇനിയും കാണും. അപ്പോൾ പിന്നെന്ത് പറഞ്ഞു? യം ശംസന്തി ഹിരണ്യഗർഭം, ആ ധാതാവിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹിരണ്യഗർഭൻ എന്ന്. ഹിരണ്യഗർഭൻ എന്നുള്ള പേരിൽ പ്രശസ്തി നേടിയിട്ടുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു വിശേഷണം എന്താണ്? അഖിലത്രൈലോക്യ ജീവാത്മകം, അഖിലത്രൈലോക്യ ജീവാത്മകം എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? ഈ 3 ലോകങ്ങളിലുള്ള എല്ലാ ജീവനിലും കുടികൊള്ളുന്ന ഒരു ചൈതന്യവിശേഷം ആണ് ഭഗവാൻ ദാതാവ് എന്ന് പറയുകയാണ് ചെയ്യണേ. അപ്പോൾ ആ സൃഷ്ടി ആടെ ഒരു സൂചനയാണ് അവിടെ കൊടുത്തത്. ആ സൃഷ്ടിയുടെക്ക് വേണ്ടിയിട്ടാണ് അവതരിച്ചത് ഭഗവാൻ ധാതാവായിട്ട് എന്നാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്രൈലോക്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം, 3 ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. നേരത്തെ 14 ലോകങ്ങൾ പറഞ്ഞപ്പോൾ പാതാളം ഏറ്റവും താഴെ, പിന്നെ ഏതാണ്ട് മധ്യത്തിലാണ് ഭൂമി, പിന്നെ മുകളിൽ സ്വർഗം. അപ്പോൾ ഈ ഭൂമിയുടെ താഴെയുള്ള 7 ലോകങ്ങളും കൂടി ചേർത്തിട്ട് പാതാളം എന്ന് പറയും. പിന്നെ നടുക്ക് ഭൂമി, ഭൂമിയുടെ മുകളിലുള്ള 6 ലോകങ്ങളും കൂടി ചേർത്തിട്ട് പറയും സ്വർഗം എന്ന് പറയും. അപ്പോൾ ത്രിലോകം എന്ന് പറഞ്ഞാൽ ഈ 14 ലോകങ്ങളും എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കണം. പിന്നെ എന്ത് പറഞ്ഞു? യോഭൂത് സ്ഫീതരജോവികാര വികസൻ നാനാ ശുശ്രൂക്ഷാരസഹ എന്ന് പറഞ്ഞു. യഹ അഭൂത്, ആ ബ്രഹ്മാവ് പിന്നീട് ആയിത്തീർന്നു. എങ്ങനെയായിത്തീർന്നേ? സ്ഫീതരജോവികാര വികസത്ത്, സ്ഫീതമായിട്ടുള്ള, വർദ്ധിച്ച എന്നർത്ഥം, വർദ്ധിച്ച രജോവികാരത്തോട് കൂടിയവനായിട്ട് ഭവിച്ചു. ഈ ത്രിലോകങ്ങളിൽ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയപ്പോൾ ആ വിരാട് രൂപത്തിൽ നമ്മൾ കണ്ട ഭഗവാന് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണമുണ്ട്. കാരണം എന്താണ്? അതിൻ്റെ സൃഷ്ടി അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ 3 വികാരങ്ങളും 3 ഗുണങ്ങളും ഉണ്ട്. എന്നാൽ ഈ ബ്രഹ്മാവിൻ്റെ കാര്യത്തിൽ തമോ ഗുണമില്ല, സത്വഗുണവും രജോ ഗുണവും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രജോ ഗുണം ത്തിനൊരു കാര്യം സംഭവിച്ചത് എന്താണ്? സ്ഫീതരജോ വികാരം, ആ രജോ ഗുണം വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ രജോ ഗുണം വർദ്ധിച്ചപ്പോൾ ചില അപകടം ചെറുതായിട്ടുണ്ടായി. അതിനിയുള്ള ശ്ലോകങ്ങളിൽ മനസ്സിലാവും. ആ രജോ ഗുണം വർദ്ധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ സൃഷ്ടി നടത്തണമെന്നുണ്ടെങ്കിൽ രജോ ഗുണം വേണം. തമോ ഗുണം മാത്രം ഉണ്ടെങ്കിൽ സൃഷ്ടി നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ രജോ ഗുണം ഭഗവാൻ അതിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടും ഇച്ഛ.
സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തിനാണ് ശുശ്രൂഷ എന്ന് പറയുക. അതൊരു രസമായിട്ട് തന്നെ, ഒരു ആനന്ദകരമായ അനുഭവമായിട്ട് അതിനെ എടുക്കാൻ ഉള്ള ഒരു അഭിവാഞ്ച ഈ ധാതാവിന് കൊടുത്തു, ഈ ബ്രഹ്മാവിന് കൊടുത്തു എന്നും കൂടിയും പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥിവാൻ താവത്വം ജഗദാംബതേ തപതപേത്യേവം ഹി വൈഹായസിം വാണീം ഏനം അശിശ്രവ ശ്രുതിസുഖം കുർവം സ്തപ പ്രേരണം. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സഹായം അയം സഹ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് എങ്ങനത്തെ ആളായിരുന്നു? വിശ്വവിസർഗ ദത്തഹൃദയ, ഈ വിശ്വത്തിനെ സൃഷ്ടിക്കാൻ, ഈ ജീവജാലങ്ങളെ മുഴുവനും സൃഷ്ടിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഹൃദയത്തോടു കൂടിയവനായിരുന്നു. എന്ന് വെച്ചാൽ തയ്യാറായി, സജ്ജനായി, സന്നദ്ധനായി ഇരിക്കുകയാണ്. അപ്പോൾ ചുറ്റും നോക്കി, സംപശ്യമാന സ്വയം, ചുറ്റും നോക്കി, സ്വയം സംപശ്യമാന എന്നവിടെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അന്തർദർശനം എന്നുള്ളൊരു അർത്ഥം കൂടി നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കി, പുറത്ത് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല, അപ്പോൾ തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കി. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ബോധം ഖൽവ അനവാപ്യ വിശ്വവിഷയം, ഈ വിശ്വവിഷയത്തിൽ വേണ്ട പോലെയുള്ള ബോധം കിട്ടിയില്ല എന്നർത്ഥം. അനവാപ്യ, അവിടെ ഖലു വീണ്ടും വന്നു, അങ്ങനെയാണത്രേ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു കാര്യമാണത്. വിശ്വവിഷയം എന്ന് പറയുന്നത് ഈ വിശ്വത്തിൻ്റെ ഈ സൃഷ്ടി വിഷയം, ഈ വിശ്വത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിൽ വേണ്ട പോലെയുള്ള ബോധം ഉണ്ടായില്ല. അതെന്താ കാരണം വേറൊന്നുമല്ല, ഓരോ കൽപ്പം കഴിയുമ്പോഴും പുതിയ പുതിയ ബ്രഹ്മാവുണ്ടാവും. ഇത് ബ്രാഹ്മകൽപ്പത്തിലെ ബ്രഹ്മാവിൻ്റെ കാര്യമാണ് ഇതിൽ പറയണത്. ഇനി പാത്മകൽപ്പം വരും. പാത്മകൽപ്പത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ആണ്, ഒരു പത്മത്തിലാണ് ജനിക്കുന്നത്. ഈ ബ്രാഹ്മകൽപ്പത്തിൽ ഭഗവാൻ തന്നെ സ്വയം അംശാവതാരമായിട്ട് ജനിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് അവിടെ ഈ കൽപ്പത്തിൽ. അപ്പം ഇതിനു മുമ്പും കൽപ്പങ്ങളുണ്ടായിരുന്നു. ആ കൽപ്പത്തിലൊക്കെ എങ്ങനെയാണ് സൃഷ്ടി നടത്തിയെന്നുള്ളത് പൂർവ്വ ജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ ആ ഒരു കാര്യമൊന്നും ഓർമ്മയിൽ വന്നില്ല. എന്താ കാരണം? രജോവികാര വികസം എന്ന് പറഞ്ഞില്ലേ, സ്ഫീതരജോവികാര വികസത്ത് എന്ന് പറഞ്ഞു. ആ സ്ഫീതമായിട്ടുള്ള രജോവികാരം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സത്വ ഗുണം കുറയുകയും രജോ ഗുണം കൂടുകയും ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇതൊക്കെ മറന്നുപോയി. അപ്പം എന്തായി? ചിന്താകുലസ്ഥിവാൻ, എന്താ ചെയ്യേണ്ടതെന്ന് ശരിയാണ്ടായി. ഒരു ഇതികർത്തവ്യത മൂഢതയിലേക്ക് ബ്രഹ്മാവ് എത്തിച്ചേരുകയാണ് ചെയ്യണേ. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്തായി? താവത്വം ജഗതാംബതേ തപതപേത്യേവം. ആ സമയത്ത് ഭഗവാന് മനസ്സിലായി ഇത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിന് ഒരു അശരീരി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. വൈഹായസീം വാണിയും, വിഹായസിലെ ഒരു വാണി എന്ന് വെച്ചാൽ ആകാശവാണി, ആ അശരീരി അശിശ്രവ കേൾപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു അത്? തപ എന്നാണ്. 2 പ്രാവശ്യം പറഞ്ഞു. തപസ്സെയ്യൂ എന്ന് പറഞ്ഞു. ഇതിനായി 2 പ്രാവശ്യം പറഞ്ഞേ, അത് അവസാനം മനസ്സിലാവും നമുക്ക്. ശ്രുതി സുഖാം എന്നും പറഞ്ഞു. നല്ല രസമുണ്ട് അത് കേൾക്കാൻ. എന്താ കാരണം? എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ടിരിക്കുമ്പോൾ ഒരു ആശ്വാസവാക്കാണതേ. ഒരു ആശ്വാസവാക്ക് നമുക്ക് കേൾക്കാൻ എപ്പോഴും ഇഷ്ടമല്ലേ? എന്തൊരു ആ പ്രയോഗങ്ങളിലെ ഓരോ വാക്കിൻ്റെയും മേൽപ്പത്തൂരിൻ്റെ ഓരോ വാക്കിൻ്റെയും മാധുര്യം ആസ്വദിച്ച് വേണം ഈ നാരായണീയത്തിൽ കൂടെ കടന്നു പോകാൻ. അപ്പോൾ ആ ശ്രുതി സുഖാം എന്ന് പറഞ്ഞപ്പോൾ ആ കാതുകൾക്ക് ഇമ്പം നൽകുന്ന ആ ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞത്. അവിടെ കുർവൻ തപപ്രേരണാം, തപസ് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കും വിധത്തിൽ, പ്രേരണയെ ചെയ്യും വിധത്തിലാണ് അദ്ദേഹം ഇത് കേൾപ്പിച്ചു കൊടുത്തത് ഭഗവാൻ. അപ്പോൾ എന്താണ് ആ പ്രേരണ എന്ന് പറഞ്ഞേ? അതാണ് തപ എന്ന് പറഞ്ഞേ. നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കാലത്ത് എണീക്കാൻ മടിയുണ്ടാവും. നമ്മൾ ആദ്യം പോയിട്ട് കുട്ടിയെ വിളിക്കും, എനിക്കടാ നേരെ എത്രയായി എന്നൊക്കെ പറയും. അപ്പോൾ എണീക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് എന്ന് പറയും. എനിക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രേരണ വന്നു. വരൂ എന്ന് പറയണേക്കാളും ഒരു പ്രേരണയുണ്ട്. വരൂ
എന്ന് പറയുമ്പോൾ ഇല്ലേ? അപ്പോൾ എപ്പോഴും 2 പ്രാവശ്യം ഇരട്ടിച്ച് പറയുമ്പോൾ അതിലൊരു പ്രേരണയുണ്ട്. അതാണ് തപപ്രേരണാം കുറുവൻ എന്ന് പറഞ്ഞ് ആ തപസ്സിനുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് ആണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സമാധാനമായി എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, 3-ാമത്തെ ശ്ലോകത്തിൽ ഈ ശബ്ദം കേട്ടപ്പോൾ ആകെ പരിഭ്രമമായി. ഇതെവിടുന്നാണ് ഈ ശബ്ദം കേട്ടേ? ഇത് ആരാ ഈ പറഞ്ഞേ? ആരെയും നോക്കിയിട്ട് കാണാനില്ലല്ലോ എന്നൊക്കെയായി. കോസൗഭാമവദത്പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ. ആ പ്രാകൃത പ്രളയമാണ്, ജലാപൂർണ്ണമാണ് ചുറ്റും. ആ ജഗന്മണ്ഡലം മുഴുവനും ജലാപൂർണമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മുഴുവനും നോക്കി കോസൗമാം അവദത് പുമാൻ, കഹ പുമാൻ അവദത്, ഇത് ആരാണ് ഈ പറഞ്ഞത് എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആരും ദിക്ഷു ഉദ്വീക്ഷ്യ, എല്ലാ ദിക്കിലും 8 ദിക്കിലും കണ്ണിങ്ങനെ ഓടിച്ചപ്പോഴും കിമപ്യ അനീക്ഷിതവത, ആരെയും കണ്ടില്ല, ഒരാളെയും കണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ അത് അന്വേഷിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? വാക്യാർത്ഥം ഉത്പശ്യത, ഇതിൻ്റെ എന്തായി പറഞ്ഞെന്ന് ഉള്ളത് അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് തപ എന്നല്ലേ പറഞ്ഞേ, തപസ് ചെയ്യാനല്ലേ പറഞ്ഞേ, എന്നാൽ തപസ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു. തപസ് ചെയ്യാൻ തുടങ്ങി. ദിവ്യം വർഷസഹസ്രമാത്ത തപസ. ഈ സംസ്കൃതത്തിലൊക്കെ സഹസ്രം ശതം എന്നൊക്കെ പറഞ്ഞാൽ അനേകം എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അനേക വർഷം തപസ് ചെയ്യാൻ ഇരുന്നു. തേനത്വമാരാധിത, ആ ബ്രഹ്മാവിനാൽ അങ്ങ് ആരാധിതനായിട്ട് മാറി ഭഗവാൻ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അനുഗ്രഹിച്ചു, ഇഷ്ടമായിട്ട് അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചേ? തസ്മൈ ദർശിതവാനസി, ആ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുക ചെയ്ത്. ദർശിതവാൻ അസി എന്ന് പറയുക, അങ്ങ് കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്? സ്വനിലയം, തൻ്റെ ഇരിക്കുന്ന ആസ്ഥാനം കാണിച്ചു കൊടുത്തു. അതെന്താണ്? വൈകുണ്ഠമേവ ഏകത്ഭുതം, അത് വൈകുണ്ഠമാണ്. ആ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് എന്നെ വിളിച്ചത്, എന്താണ് പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല. ചുറ്റും നോക്കി അവസാനം പറഞ്ഞത് ചെയ്യുക എന്ന് തീരുമാനിച്ച് തപസ് ചെയ്തു. കുറേ കാലം തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ആ വൈകുണ്ഠം ദർശിപ്പിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ വൈകുണ്ഠത്തിലെത്തുകയാണ് കേട്ടോ. ആ വൈകുണ്ഠത്തിൽ എന്തൊക്കെയാണെന്നാണ് ഇനിയുള്ള ചില കുറച്ച് ശ്ലോകങ്ങളിൽ പറയണത്. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളും തപസ് ചെയ്യേണ്ട പോലെ തപസ് ചെയ്താൽ, ഈ അശരീരി എന്ന് പറഞ്ഞാൽ ആകാശ വൈഹായിസ്യം വാണി എന്നവിടെ പറഞ്ഞെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു ഉൾവിളി എന്നുള്ള നിലയ്ക്ക് അതിനെ എടുക്കാൻ വിരോധമൊന്നുമില്ല. നമ്മളൊക്കെ തപസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഏത് വിഷയത്തിലായാലും കാട്ടിൽ പോകുന്നു വേണ്ട തപസ് ചെയ്യാൻ, വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും സദാംഹി സന്ദേഹപദേശു വസ്തുഷു പ്രമാണം അന്ധക്കരണ പ്രവൃത്തയാന്ന് കാളിദാസൻ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സന്ദേഹം വന്നാൽ നമ്മൾ കുറച്ച് നേരം ശാന്തരായിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു ഉൾവിളി വരും. അതനുസരിച്ച് നമ്മൾ പോയാൽ ഒരു കുഴപ്പമില്ല, അത് കാര്യം ഭംഗിയാവും എന്ന് കാളിദാസൻ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് അതിനെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈകുണ്ഠവർണ്ണയിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ വൈകുണ്ഠത്തിൽ ആദ്യം തന്നെ വൈകുണ്ഠത്തിനെ പറ്റി ജനറലായിട്ടൊന്ന് പറഞ്ഞു. മായായത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദఝരീ ചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ഗംഭീര ശ്ലോകമാണ്. എന്താ ആദ്യം പറഞ്ഞ്? മായായത്ര കഥാപി നോ വികുരുതേ. മായ അവിടെ ഇല്ല എന്ന് പറഞ്ഞില്ല. മായ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? വൈകുണ്ഠമാണ്, ഭഗവാനുണ്ട് അവിടെ. ഭഗവാന്റെ ഒരു ഭാഗം തന്നെയാണ് മായേ. അപ്പോൾ ഭഗവാൻ അവിടെ ഉള്ളപ്പോൾ മായ ഉണ്ടാവും. പക്ഷേ എന്താ പറഞ്ഞത്? കഥാപി നോ വികുരുതേ. അവിടെ മായയുടെ വികൃതികളും കുസൃതികളും പ്രഭാവവും ഒന്നും ഒട്ടുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ 5-ാം ദശകത്തിലേക്ക് പോയാൽ അറിയാം. മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ ത്രിഗുണങ്ങൾക്ക് ഈ മായ ഉണ്ടാവാൻ 2 കണ്ടീഷനാണ്. ഒന്ന്,
എവിടെയാണ് മായ ഉണ്ടാവുക? ഈ ത്രിഗുണങ്ങളുള്ള സ്ഥലത്താണ്. എന്തൊക്കെ? സത്വം, രജസ്സും തമസ്സും ഉണ്ടാവണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മായയ്ക്ക് പ്രസക്തിയുള്ളൂ, മായയ്ക്ക് പ്രഭാവമുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഉണ്ടായിന്ന് ഉള്ളതുകൊണ്ട് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് മൂന്നും ഉണ്ടെങ്കിൽ അത് മൂന്നും ഒരേ പ്രൊപ്പോർഷനിലായാൽ 1:1:1 ആയാൽ, മൂന്നും ഒപ്പമായാൽ, സമം വന്നാൽ, അതാണ് ഗുണസാമ്യ രുദ്ധവികൃതം എന്ന് പറഞ്ഞത്. ആ ഗുണത്തിന് സാമ്യം വന്നപ്പോൾ വികൃതി രുദ്ധമായി എന്നാണ് അവിടെ പറഞ്ഞതേ. വികൃതി എന്ന് പറഞ്ഞാൽ വികാരം, എന്തെങ്കിലും ചെയ്യൽ, അതില്ലാണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യമുള്ളതുകൊണ്ട് ഇവിടെ ആണ് കഥാപിനോ വികൃതി എന്ന് പറഞ്ഞത്. പിന്നെയോ ഭാതേ ജഗദ്ഭ്യോ ബഹിഹി. ഈ വൈകുണ്ഠം ഉള്ളത് എവിടെയാണ്? ഈ 14 ലോകത്തിനും പുറത്താണ്. അതാണ് ജഗദ്ഭ്യോ ബഹിഹി എന്ന് പറഞ്ഞത്. ഈ ഇതിൻ്റെ പുറത്താണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തില്ല? ഈ മായയ്ക്ക് പ്രഭാവം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ ഇല്ല? ശോകക്രോധ വിമോഹ സാധ്വസമുഖാഭാവസ്തു ദുരംഗത. ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം, ക്രോധം എന്ന് പറഞ്ഞാൽ കോപം, ദേഷ്യം, നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു കാര്യമാണ്. വിമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ദത, മൂഢത, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ലായ്മ ഒക്കെയാണ് വിമോഹം. സാധ്വസം എന്ന് പറഞ്ഞാൽ ഭയം. മുഖാഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ ആദിയായവ, മുതലായവ, ഇത്തരത്തിലുള്ള ഭാവങ്ങളൊക്കെ ദൂരംഗതാഹ, അവിടെ വിട്ടുപോയി. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല, പ്രവേശിക്കാൻ പറ്റില്ല അവർക്ക്. പിന്നെന്തുണ്ട് അവിടെ? അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞതേ. സാന്ദ്രാനന്ദജരി. ആനന്ദം, ആനന്ദം, ആനന്ദം. ആ ആനന്ദക്കട്ട, സാന്ദ്രം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ആ ആനന്ദത്തിൻ്റെ ഝരി എന്നാണ് പറഞ്ഞത്. അതിങ്ങനെ പ്രവഹിക്കുകയാണ് ഈ ആനന്ദം. പിന്നെയോ എത്ര പരമജ്യോതി പ്രകാശാത്മകേ. അവിടെ എപ്പോഴും ആ ഒരു ചൈതന്യം, ആ പരമജ്യോതി, ആ പരമാത്മാവിൻ്റെ ജ്യോതിസ്, അതിൻ്റെ പ്രകാശമാണ് അവിടെ എപ്പോഴും ഉള്ളത്. തത്തേ ധാമ വിഭാവിതം. അത്തരത്തിലുള്ള അങ്ങയുടെ ഈ വൈകുണ്ഠം വിജയത്തെ ഒരു വിജയിപ്പൂതാക എന്നുള്ള ഒരു ജയശബ്ദം കൊടുത്തു. വൈകുണ്ഠരൂപം വിഭോ, വിഭോ എന്ന് വിളിച്ചു. വിഭോ എന്ന് വിളിച്ചപ്പോൾ അതിനൊരു അർത്ഥം വേണമെങ്കിൽ കൽപ്പിക്കാം. വിഭോ എന്ന് പറഞ്ഞാൽ, വിഭു എന്ന് പറഞ്ഞാൽ സർവശക്തൻ എന്നർത്ഥം, ഓംനിപൊട്ടൻറ്റ്. അങ്ങനെയുള്ള ആ അങ്ങ് ഇത് ഈ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കും കാണിച്ചു തരാൻ വലിയ വിഷമമൊന്നും ഇല്ലാത്ത ആളാണ് എന്നുള്ളൊരു സൂചന. അത് നിൽക്കട്ടെ. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അപ്പോൾ പൊതുവെ വൈകുണ്ഠത്തിൻ്റെ ഒരു ഭാവമാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇനി പറയാൻ പോണത് എന്താ വെച്ചാൽ അവിടെ ആരൊക്കെയുള്ളതെന്നാണ് പറയാൻ പോണത്. കേട്ടോളൂ. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാ തത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയ ഭക്തി പ്രാപ്ത തഥാ വിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. അവിടെയും ഒരു ജയശബ്ദം കൊടുത്തു. വൈകുണ്ഠരൂപം ജയേത്, ഈ വൈകുണ്ഠരൂപം ജയിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ അവിടെ പറഞ്ഞ കാര്യങ്ങൾ? യസ്മിൻ നാമ, ഈ വൈകുണ്ഠത്തിൽ ചതുർഭുജാഹ, 4 കൈയുള്ള ആൾക്കാരെ കുറേ കാണുന്നുണ്ട്. ഭഗവാൻ മാത്രമൊന്നുമില്ല, ഭഗവാന്റെ പാർഷദന്മാർ. ആ ഭഗവാന്റെ പാർഷദന്മാർക്ക് മുഴുവനും 4 കൈ തന്നെയാണ്, ഭഗവാന്റെ രൂപം തന്നെയാണ്. എന്താ കാരണം രൂപമാണെന്ന് പറയാൻ? ഹരിമണിശ്യാമാവദാ തത്വിഷോ. ഹരിമണി എന്ന് പറയുന്നത് ഇന്ദ്രനീലം, ഇന്ദ്രനീലത്തിൻ്റെ ശ്യാമവർണം ഉള്ളതാണ്. അത് അവധാതം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. നിർമ്മലമായതാണ്, നിർമ്മലമായത്. ആ നിർമ്മലമായ ഒരു ഇന്ദ്രനീലക്കല്ലിൻ്റെ വർണ്ണമുള്ള ത്വിഷോ എന്ന് പറഞ്ഞാൽ അതിനൊരു കാന്തി ഉണ്ടെന്നാണ്. ആ കാന്തിയോട് കൂടിയതാണ് ഈ 4 കൈയുള്ളവരെ. പിന്നെയോ നാനാഭൂഷണരത്നദീപിതദശോ, കുറേ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ആ ആഭരണങ്ങളിലെ രത്നം, ആ രത്നക്കല്ലിൻ്റെ ശോഭ ഈ 4 പാടും പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 പാടും 8 ദിക്കുകളിലും പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ രാജദ്വിമാനാലയ. വിമാനം എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലുള്ള കെട്ടിടത്തിന് വിമാനം എന്ന് പറയും. ഇവിടെ ആ അർത്ഥം എടുത്താൽ മതി. അവരുടെ ആലയങ്ങളൊക്കെ 7 നില മാളികകളാണ്.
അതിൽ വിരാജിക്കുന്നവരാണ് എന്നും പറഞ്ഞു. ഭക്തി പ്രാപ്ത തഥാവിധോന്നതപദ, വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് മൂലത്തിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട് ഭാഗവതത്തിൽ. ഭക്തി പ്രാപ്ത തഥാവിധോന്നതപദ, ഇത്ര ഉന്നത പദവി അവർക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഭക്തി പ്രാപ്തം, ഭക്തി കൊണ്ടാണ്. അപ്പോൾ ഈ വൈകുണ്ഠ ദർശനം ഭഗവാന്റെ അടുത്തേക്ക് എത്തലുമൊക്കെ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ല ഭക്തരാവണം എന്നർത്ഥം. ഭക്തിയാണ് അവിടെ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഏക മാർഗം കേട്ടോ. അത് മനസ്സിലായിക്കോളൂ. ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും നമുക്കൊക്കെ ഭഗവത് പ്രാപ്തിക്കുള്ള വളരെ സുഗമമായിട്ടുള്ളൊരു വഴിയാണ് ഭക്തി. അതൊന്ന് മേൽപ്പത്തൂർ അവിടെ എടുത്ത് സൂചിപ്പിച്ചു. ദിവ്യന്തി ദിവ്യാജന, ഇങ്ങനെയുള്ള ആ ദിവ്യരായിട്ടുള്ള ജനങ്ങൾ ദിവ്യന്തി, ദിവ് കാന്തവും എന്നുണ്ട്, എന്താ പറയുക, പ്രകാശിക്കുന്നു, കാന്തിയോട് കൂടിയിട്ട് അവരവിടെ വിലസുന്നു എന്നാണ് അതിന് അർത്ഥം. അങ്ങനെയുള്ള തത്തേധാമ, ഇപ്രകാരമുള്ള ധാമം. ഇത്രയും വിശേഷണമൊക്കെ പറഞ്ഞിട്ടും മതിയായില്ല അദ്ദേഹത്തിനെ. ഇപ്പോൾ ഒരു വിശേഷണം കൂടിയും പറഞ്ഞു, നിരസ്ത സർവശമലം. എന്താ പറഞ്ഞേ? ശമലം ഒട്ടുമില്ലാത്തത്, നിരസ്തമായി, ഒന്നുമില്ലാത്തതായി. എന്ത്? സർവശമലം, എല്ലാ കളങ്കങ്ങളും മാലിന്യങ്ങളും പാപം ഇതൊന്നുമില്ല, ഒന്നുമില്ലാത്ത ആ വൈകുണ്ഠം, ആ വൈകുണ്ഠ രൂപം ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു ജയശബ്ദം അല്ലെങ്കിൽ ഒരു നമശബ്ദം അദ്ദേഹം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയം, ഭക്തി, ആർദ്രത ഒക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ അപ്പോൾ പാർഷദന്മാരെയൊക്കെ കണ്ടു കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വൈകുണ്ഠത്തിനെ പറ്റിയൊന്ന് മേൽപ്പത്തൂർ പറഞ്ഞു തന്നു. ഇവിടെ ഇന്നമാരത്തെ സ്ഥലമാണെന്നൊക്കെ 4-ാമത്തെ ശ്ലോകത്തിൽ. 5-ാമത്തേൽ നമ്മൾ അവിടുത്തെ പാർഷദന്മാരൊക്കെ കണ്ടിട്ട് അവരെയൊക്കെ കാണിച്ചു തന്നു. ഇനി അവിടെ സാക്ഷാൽ മഹാലക്ഷ്മിയെ കാണാൻ പോവുക നമ്മൾ. നോക്കിക്കൊള്ളൂട്ട് ആ ശ്ലോകം എന്താ രസം എന്നറിയോ? നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവ തത്തേ പദം ദേഹി മേ. എന്താ പറഞ്ഞേ? അപ്പോൾ ലക്ഷ്മി ദേവിയുടെ വിശേഷണങ്ങളാണ്. നാനാദിവ്യവധൂജനൈരഭിവൃത, ആ ദിവ്യ അംഗനകൾ, സ്ത്രീകൾ കൊണ്ട് അഭിവൃതയാണ് പല വധൂജനങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്ദരികളായിട്ടുള്ള തോഴിമാർ ഒക്കെ കൊണ്ട് അഭിവൃതയാണ്. അവരൊക്കെ ആരാണെന്നറിയോ? ആരാ? മഹാലക്ഷ്മി. മഹാലക്ഷ്മി എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ദേവതയാണ്. അപ്പോൾ ഈ സമൃദ്ധിയുടെ ദേവതകളാണിത്. സമ്പന്നത, സമ്പന്നം എന്ന് പറയുന്നത് പണം മാത്രമല്ല, സൗന്ദര്യമായാലും മുഖശ്രീ എന്നല്ലേ പറയുക, എല്ലാം ശ്രീ ചേർത്തിട്ടല്ലേ പറയുക, അല്ലേ? കർഷകശ്രീ എന്നൊക്കെ അല്ലേ. അപ്പോൾ ശ്രീ നമ്മൾ ചേർക്കുന്നത് എന്താ? സമ്പന്നതയെ കാണിക്കാനാണ്, അല്ലേ? സമൃദ്ധിയെ കാണിക്കാനാണ്. അപ്പോൾ ആ സമൃദ്ധിയുടെ ദേവതകളാണ് ഈ ചുറ്റും ഉള്ളത് ദേവിയുടെ. അപ്പോൾ ദേവി എവിടേക്കെങ്കിലും ഒന്ന് കടാക്ഷിച്ചാൽ ഉടനെ ഇവരവിടെ പോയി നിൽക്കും. കാരണം സമൃദ്ധിയാണേ, ആ കടാക്ഷം വീഴുന്ന സ്ഥലത്ത് സമൃദ്ധിയാണ്. എങ്ങനെയാണ് ദേവി? വിദ്യുല്ലത തുല്യയാ. വിദ്യുല്ലത എന്ന് പറയുന്നത് ഈ ഇടി മിന്നൽ പിണര്. ആ മിന്നൽ പിണർ, നമുക്ക് ഊരാക്കുട്ടി ഇരുട്ടത്ത് നടക്കുമ്പോൾ ഒരു മിന്നൽ പിണർ അങ്ങോട്ട് ഉണ്ടായാൽ നമുക്ക് നല്ലോണം വെളിച്ചം കാണാമല്ലോ. അപ്പോൾ അതേപോലെ വളരെ ശോഭയുള്ളവളാണെന്ന ഒരർത്ഥം. മറ്റൊന്ന്, മിന്നൽ പിണർ എത്ര നേരം ഉണ്ടാവുക? കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മഹാലക്ഷ്മിയുടെ ഒരു ചപലയാണെന്ന് പറയുമല്ലോ, ദേവിയുടെ ഒരു പ്രഭാവം അല്ലെങ്കിൽ വിലാസം അല്ലെങ്കിൽ അത് അനുഗ്രഹമൊക്കെ അധികം കാലമൊന്നും നിൽക്കില്ല. നമ്മൾ ദേവി നല്ലോണം സമൃദ്ധി നമുക്ക് തരും. ഏത് കാര്യത്തിലും, പദവിയുടെ കാര്യത്തിലായാലും, പണത്തിൻ്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ. ഇത് കുറച്ചങ്ങോട്ട് ആയിക്കഴിയുമ്പോൾ നമുക്കൊരു അഹങ്കാരമൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? 36 ഒരൊറ്റ പോകും. അപ്പോൾ അത് വിദ്യുല്ലത പോലെയാണെന്നാ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് വെളിച്ചം കിട്ടാൻ. വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ, വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ എന്ന് പറഞ്ഞ് ആ വിശ്വത്തിനെ മുഴുവനും ആകർഷിക്കുന്ന
തരത്തിലുള്ള ഗാത്രലത, ആ ദേവിയുടെ സൗന്ദര്യമാണ് പറയണത്. ആകർഷണീയമായ സൗന്ദര്യം ഉള്ളവളാണ്. വിദ്യോതിതാശാന്തരാം, ഈ ആശ എന്ന് പറഞ്ഞ ദിക്കുകൾ, ഈ ദിക്കുകളെ മുഴുവനും വിദ്യോതിതമാക്കുന്നു, പ്രശോഭിപ്പിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ത്വത്പാദാംബുജ സൗരഭൈക കുതുക എന്ന് ഒരു വിശേഷണം കൂടിയും കൊടുത്തു. എന്താണ്? ഭഗവാന്റെ പാദാംബുജങ്ങളിലെ സൗരഭത്തിൽ വളരെ കുതൂഹലമുള്ളവളാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഭഗവാന്റെ പാദങ്ങളാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളെ സേവ ചെയ്ത് കൂടാനാണ് ദേവിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ രണ്ടാമത്തെ ദശകത്തിലെ ഒരു 2 ശ്ലോകങ്ങളുണ്ടല്ലോ. ലക്ഷ്മീ സ്ഥാവക രാമണീയ കൃത എന്നുള്ള പ്രയോഗമുണ്ട്. ആ താവകരാമണീയക ഹൃദ, ലക്ഷ്മിയെ പറ്റി പറഞ്ഞില്ലേ. അതേപോലെ തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി, ആ ദേവി തന്നെ സമ്പദ്ദേവത ആയത് ഇങ്ങനെയാണെന്നാണ് പറയണേ ഇവിടെ. അപ്പോൾ മേൽപ്പത്തൂര്. അപ്പോൾ അതൊക്കെ ഇതിനോട് കൂട്ടി വായിക്കണേ. അങ്ങനെയുള്ള ലക്ഷ്മി സ്വയം ലക്ഷ്യത്തെ, ആ ലക്ഷ്മിയെ നേരിട്ട് അങ്ങോട്ട് കാണണം. അതാണ് സ്വയം ലക്ഷ്യത്തെ. അവിടെ നമ്മൾക്ക് ആ ദേവിയെ അങ്ങോട്ട് നേരിട്ട് കാണാൻ പറ്റി. മേൽപ്പത്തൂര് കാണിച്ചു തരികയാണേ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവ, ആ വിസ്മയനീയം, ആശ്ചര്യകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ദിവ്യവിഭവങ്ങളോട് കൂടിയ ആ ദേവി ഉള്ള ആ ഇത്തരത്തിലുള്ള ആ വിഭവങ്ങളോട് കൂടിയ തത്തേ പദം, അങ്ങയുടെ ആ പദം എന്നുള്ളതിന് പദവി എന്നും അർത്ഥമുണ്ട്, പാദം എന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥത്തിലായാലും ഇവിടെ യോജിക്കുകയും ചെയ്യും. അത് ദേഹിമേ, എനിക്കും തരൂ എന്ന് പറയാണ്. അപ്പോൾ പറയാണ് ആ ഭഗവാൻ അവസാനം പറയണത് ഭഗവത് പാദങ്ങളെ എൻ്റെ മനസ്സിൽ കുടിയിരുത്തണേ എന്നാണ് കേട്ടോ. എന്താ കാരണം? വിസ്മയനീയ ദിവ്യ വിഭവമായിട്ടുള്ള ആ വൈകുണ്ഠത്തിൽ ആണ് അങ്ങയുടെ ഈ പദം, അത് എന്നെ കാണിച്ചു തരൂ, ആ വൈകുണ്ഠ ദർശനം എനിക്കും തരൂ എന്നും അതിന് അർത്ഥം. അപ്പോൾ പദം എന്നുള്ളത് 2 നിലയ്ക്കും എടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? പാർഷദന്മാരെ കണ്ടു, മഹാലക്ഷ്മിയെ കണ്ടു. അല്ല, ഭഗവാനെ കണ്ടേ നമുക്കപ്പോൾ? ഭഗവാനല്ലേ അവിടുത്തെ പ്രധാന ആൾ. അപ്പോൾ മേൽപ്പത്തൂർ എന്ത് ചെയ്തു? ഈ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം തന്നെ പുറത്ത് പ്രദക്ഷിണം വയ്ക്കും. എന്താ? ഉപദേവന്മാരെയൊക്കെ തൊഴണമെന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കുള്ള മൂർത്തിയെ ദർശിക്കുക. അപ്പോൾ മേൽപ്പത്തൂർ ആദ്യം ചെയ്തത്. അപ്പോൾ നമ്മൾ പുറത്ത് പ്രദക്ഷിണം വയ്പ്പിച്ച് ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ദേവിയും തൊഴിച്ചു. ഇനിയാണ് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോണേ. മേൽപ്പത്തൂർ കണ്ടോളൂ കേട്ടോ, എന്താ രസം. ഇവിടെ ഈ ശ്ലോകം, ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകമൊക്കെ എത്ര ലാസ്യഭാവത്തിലാണ് എഴുതിയേക്കണേ അവിടെ അല്ലേ? അത് നമുക്ക് നോക്കിയാൽ അറിയാം. വിദ്യുല്ലതാ തുല്യയാ വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിത ആശാന്തര എന്നൊക്കെയുള്ള പ്രയോഗം ഒരു ലാസ്യഭാവമാണ്. എന്നാൽ ഇവിടെ ഭഗവാനെ പറയാൻ പോവുക. അതൊക്കെ പ്രൗഢമായിട്ടുള്ള ആ വീരരസത്തിലെ ഭഗവാൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കണ ഇരിപ്പാണ്. കേമായിട്ടുള്ള ഇരിപ്പാണ്. എന്തൊരു ശ്ലോകമാണെന്നറിയോ? കേട്ടോളൂ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടില സത്കിരീടകടകാദ്യാ കൽപ്പതി പ്രാകൃതേ ശ്രീവത്സാങ്കിതം അത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിസ്തസ്തേ വിഭോ ഭാതുമേ എന്ന് പറയാണ്. കുളിര് വരും. അത് ശരിക്കാണ്ട് വായിച്ചു കഴിയുമ്പോൾ ഭഗവാനെ തത്രൈവം പ്രതിദർശിതേ അവിടെ കാണിച്ചു കൊടുത്തു. മേൽപ്പത്തൂർ നമ്മളെ കാണിച്ചു തന്നു കൂട്ടിക്കോളൂ. പ്രതിദർശിതേ എന്ന് പറഞ്ഞതിന് എന്താണ്? നിജപദേ, തൻ്റെ ആ സിംഹാസനത്തിൽ രത്നാസന അധ്യാസിതം കയറിയിരിക്കുകയാണ്. ആ രത്നാസനത്തിൽ, രത്നമയമായിട്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. എന്താ ഇരിപ്പിൻ്റെ ഒരു ചന്തം? ഭാസ്വത്കോടില സത്കിരീടകടകാദ്യ കൽപ്പതി പ്രാകൃതി. കോടി, ഭാസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, കോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സുള്ള കിരീടം, കടകം,
ഇതൊക്കെ കൂടി ഉള്ള ആകൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ, ആ ആഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ദീപ്രാകൃതി. അപ്പോൾ 100ാമത്തെ ദശകത്തിലെ ആ മേൽപ്പത്തൂരിന് ആദ്യം ഒരു ദിവ്യ തേജസ്സായിട്ടാണ് കൊടുക്കുക, അല്ലേ? അഗ്രേ പശ്യാമി തേജ എന്നാ പറഞ്ഞതേ. അതേപോലെ നമ്മൾ ആദ്യം പോയി നോക്കിയപ്പോൾ ഭഗവാനെ ഒന്നും കാണാനില്ല, അവിടെ ഒരു തേജസ്സാണ്. ഈ സിംഹാസനം തന്നെ നല്ലോണം നോക്കിയാലേ കാണുള്ളൂ എന്നുള്ള അവസ്ഥ. കാരണം എന്താണ്? ഈ കിരീടത്തിൻ്റെയും ഘടകത്തിൻ്റെയും ഈ ആഭരണങ്ങളിലെയൊക്കെ ആ ശോഭ കൊണ്ട് ആകെ ഒരു പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഭഗവാന്റെ രൂപം കാണുന്നത്. അതാണ് പിന്നെ വരുന്നത് ശ്രീവത്സാങ്കിതം. മാറിടത്തിലൊരു മറവുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം കഥയൊക്കെ, ഭൃഗുവിൻ്റെ കഥയൊക്കെ. അതുണ്ട്. ആത്ത കൗസ്തുഭമണി, ആ പാലാഴി മഥനത്തിൽ കിട്ടിയ കൗസ്തുഭമണി, അത് ചുവന്ന നിറത്തിലാണ് ആ മണിയെ. അതിൻ്റെ ചുമന്ന നിറത്തിലുള്ള ഒരു പ്രഭയാണ് അതിൽ നിന്ന് വരിക. അപ്പോൾ ആ കൗസ്തുഭമണി ഛായ അരുണം, അതുകൊണ്ട് ഒരു ചുവപ്പ് രാശിയുണ്ട്. പിന്നെയോ കാരണം വിശ്വേഷം, ഈ വിശ്വത്തിൻ്റെ മുഴുവനും കാരണമായിട്ടുള്ള ഭഗവാനാണേ. അത് ആ തവരൂപമൈക്ഷത വിധി, ആ ബ്രഹ്മാവ് ആ തരത്തിലുള്ള ഭഗവാന്റെ ആ രൂപം കണ്ടു എന്ന് പറയണേ. എന്താ നിർവൃതി ആലോചിച്ചു. തത്തേ വിഭോ ഭാതുമേ, എനിക്കും അതൊന്ന് കാണിച്ചു തരൂ ഭഗവാനെ, എൻ്റെ ഹൃദയത്തിലും അതിനെ ഒന്ന് തെളിയിച്ചു തരൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണേ. എന്താ അത് കഴിഞ്ഞു. ഇനി ഭഗവാനെ ഒന്നും കൂടിയും വർണ്ണിക്കാൻ തോന്നി, പോരാ. എന്താ ആ വർണ്ണന? അതൊക്കെ കണ്ട് എന്താ രസമുള്ള ശ്ലോകങ്ങളാണെന്നറിയോ? കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദഹസി തസ്യന്ത് പ്രസന്നാനനം. എന്തൊരു വാക്കുകളാണ്, എന്തൊരു അക്ഷരങ്ങളാണ്, എത്ര മനോഹരമായിട്ട് എഴുതിയേക്കണേ. രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപു തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ആ ഭഗവാനെ നമ്മൾ കണ്ട കാഴ്ചയാണ് പറയണേ. അപ്പോൾ നേരത്തെ നമ്മൾ ആ സിംഹാസനത്തിൽ ഈ ദ്യുതിയൊക്കെ കാരണം ശരിക്കാണ്ട് തെളിഞ്ഞ് കണ്ടില്ലല്ലോ. പിന്നെ ഒരു ശ്രീവത്സവം ആ കൗസുഭത്തിൻ്റെ ചുമപ്പൊക്കെ കണ്ടപ്പോൾ ഭഗവാനാണെന്ന് മനസ്സിലായില്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ ഭഗവാനെ നമ്മൾ ശരിക്കും തെളിഞ്ഞ് കാണുകയാണ് ചെയ്യുന്നത്. എന്താണ്? കാളാംബോധകളായ കോമള രുചി ചക്രേണ. കാളാംബോധം എന്ന് പറഞ്ഞാൽ കാർമേഘം, ആ കാർമേഘത്തിൻ്റെ നിറാണ് ഭഗവാന്. കളായം എന്ന് പറഞ്ഞാൽ കായാമ്പൂവ്, ആ കായാമ്പൂവിൻ്റെയും വർണ്ണാണുള്ളത്. അതുകൊണ്ടുള്ള കോമള രുചി, അതിൻ്റെ ആ സൗന്ദര്യം, അത് ആ സൗന്ദര്യത്തിൻ്റെ ഒരു ചക്രം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇപ്പോൾ ഒരു പ്രഭാവലയം ആണ് ആ പറയണത്. ആ പ്രഭാവലയം, അതാണ് ഈ ചക്രം എന്ന് പറഞ്ഞത്. ചക്രം ദിശാം ചക്രം, അവിടെ ചക്രം വേറെ അർത്ഥമാണ്. ഈ ദിക്കുകളിലെ ചക്രം, അതായത് നമ്മൾ ഈ ദിക്കുകളിലെ ചക്രം പറയില്ലേ, ആ ഹൊറൈസൺ, അതാണ് അവിടെ ദിശാം ചക്രം എന്ന് പറഞ്ഞ്. ആവൃണ്വാനം, അത് നിറയ്ക്കണം, അതിങ്ങനെ നിറച്ചു, ആവരണം ചെയ്തു. പിന്നെയോ ഉദാരമന്ദഹസിതസ്യന്ത് പ്രസന്നാനനം. ആ പ്രയോഗത്തിന് എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. ഉദാരമായി എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കുമില്ല, ധാരാളമായിട്ടുള്ള മന്ദഹസിതം, ആ ചെറുപുഞ്ചിരി, ഭഗവാന്റെ ആ ചെറുപുഞ്ചിരി കാണാൻ എന്താ ഒരു ഭംഗിയില്ലേ. അത് സ്യന്തം, അതിങ്ങനെ ഒഴുകണം, ആ മാധുരിയെ. ആ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ആ വശ്യതയും ആകർഷണവും കണ്ണെടുക്കാൻ തോന്നില്ല നമുക്ക്, അത്ര മനോഹരമാണ്. അതുകൊണ്ട് പ്രസന്നാനനം, അതുകൊണ്ട് ആ പ്രസന്നമായിട്ടുള്ള ആനനം, ആ ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ മനസ്സും പ്രസന്നമായി, അല്ലേ? ആലോചിച്ചാൽ മതി, ഇത് വായിച്ചാൽ മതി, അപ്പോഴേക്കും നമുക്ക് എന്തൊരു സന്തോഷം. രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം. കയ്യിലെന്തൊക്കെയുള്ളത്? കമ്പു എന്ന് പറഞ്ഞാൽ ശംഖ, ഗദ തന്നെ, പാഞ്ചജന്യം ഗദ, അരി എന്ന് പറഞ്ഞാൽ ചക്രം, സുദർശന ചക്രം, പങ്കജം പത്മം, അത് ധരിച്ചിട്ടുള്ള ശ്രീമദ്ഭുജാമണ്ഡലം, ഈ 4 കൈകൾ. സ്രഷ്ടുസ്തുഷ്ടികരം, ആ സ്രഷ്ടുഹു എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിന് തുഷ്ടികരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കിയ വപുഹു, ആ വപുസുണ്ടല്ലോ, ആ കണ്ട രൂപം ശരിക്കും ഭഗവാനെ ഇങ്ങനെ കാണാം നമുക്ക് ആ ശ്ലോകത്തിൽ. വിഭോ എന്ന് പിന്നെയും വിളിച്ചു. എന്താ ഞാൻ വെറുതെ ഒന്നുമല്ല പറയണതേ,
സർവശക്തനായിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങേക്കിപ്പോൾ എനിക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതുകൊണ്ട് വിഷമമില്ല. മാത്രമല്ല പ്രത്യേകിച്ചൊരു കാര്യം പറയുക, ഏതായാലും ഭഗവാൻ എങ്ങനെ മുന്നിൽ കിട്ടിയൊരു അവസരം കളഞ്ഞില്ല. എന്ത് പറഞ്ഞു? മദ്രോഗമുദ്വാസ ഏത്, എൻ്റെ ഈ രോഗമൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ അങ്ങോട്ട് ഉദ്വസിച്ച് കളഞ്ഞൂടെ, അതിനെയൊക്കെ അങ്ങോട്ട് കളയാം. നമ്മൾ പൂജയ്ക്ക് ആവാഹിക്കുക ആദ്യം, അത് കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശക്തിയെ നമ്മൾ ഉദ്വസിക്കുക എന്ന് പറയും, വിടും. അപ്പോൾ എൻ്റെ ആ രോഗത്തിനെയൊക്കെ അങ്ങോട്ട് ഉദ്വസിച്ച് കളഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ശ്ലോകമാണെന്ന് നോക്കൂ. അത് കഴിഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഈ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തതാണല്ലോ. അപ്പോൾ ബ്രഹ്മാവ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ബ്രഹ്മാവ് ഇതൊക്കെ കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നറിയോ? ദൃഷ്ട്വാ സംഭൃത സംഭ്രമ. ഇതങ്ങോട്ട് കണ്ടപ്പോഴേക്കും ആകെ സംഭ്രമായി എന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെയല്ലേ, പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഭഗവാനെയൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് കണ്ണങ്ങോട്ട് തുറന്നു ഭഗവാൻ മുമ്പിൽ വന്ന് നിന്നു വിചാരിക്കുക, എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയായി എന്ന് പറയണേ. സംഭൃത സംഭ്രമ, ആ സംഭ്രമത്തെ സംഭൃതമാക്കി കൂടിയവനായിട്ട് മാറി. കമലഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ പര്യായമാണ്. അതായത് ആത്മകൽപ്പത്തിൽ പത്മത്തിൽ നിന്ന് ആണ് ബ്രഹ്മാവ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് ബ്രഹ്മാവിന് ആ കമലഭൂ എന്ന് പേരായി. ബ്രഹ്മാവ് കമലത്തിലാണ് ഇരിക്കുക എന്നുള്ളതുകൊണ്ട്. ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിത. ആ ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ ഹർഷാവേശവശം വദോ, ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷാതിരേകത്തോടു കൂടിയിട്ട് വശംവദനായി എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? നിപതിത, വീണു എന്നാണ് പറഞ്ഞു. എന്നുവെച്ചാൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ എന്തായിരുന്നു മനസ്സിലെ ഭാവം? പ്രീത്യ, നല്ല സന്തോഷം. കൃതാർത്ഥി ഭവൻ, കൃതാർത്ഥായി, കൃതാർത്ഥത വന്നു. എന്താ കാരണം കൃതാർത്ഥത വരാൻ? അനവധി വർഷം തപസ് ചെയ്തേ. ആ തപസ് ചെയ്തതിൻ്റെ ഫലം സിദ്ധിച്ചു. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം സിദ്ധിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? കൃതാർത്ഥരായി എന്ന് പറയുക, കൃതാർത്ഥി ഭവൻ എന്ന് പറയാം. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ. അപ്പം എന്താ പ്രാർത്ഥിച്ചത്? മമ മനീഷിതം ജ്ഞാനാസി ഏവ, അങ്ങേക്ക് അറിയാലോ ഞാൻ എന്താണ് എൻ്റെ മനസ്സിലിരിപ്പ് എന്ന്, എൻ്റെ ആഗ്രഹം എന്നുള്ളത് അറിയാലോ എന്ന് പറഞ്ഞു. ആ ജ്ഞാനം തത് ആപാദയ, എനിക്കത് തരൂ എന്നാണ് പറഞ്ഞത്. ആ ജ്ഞാനം ഏത് ജ്ഞാനം? ദ്വൈത അദ്വൈത ഭവത് സ്വരൂപപരം, ദ്വൈതാദ്വൈത ഭവത് സ്വരൂപപരം. ദ്വൈതജ്ഞാനോ അദ്വൈതജ്ഞാനോ രണ്ടും വേണമെന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ പ്രപഞ്ച സൃഷ്ടി നടത്തണമെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയണത് ഭഗവാനിൽ നിന്നും ഒരു ഡിഫറെൻ്റ് എൻറ്റിറ്റി ആയിട്ട് ആദ്യം നമുക്കൊരു സങ്കല്പം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ, ഈ വൈവിധ്യമുള്ള ഈ പ്രപഞ്ചത്തിലെ ഭൂതങ്ങളെ മുഴുവനും സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദ്വൈത ജ്ഞാനം വേണം. രണ്ട്, ഭഗവാൻ വേറെ ഇത് വേറെ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള ജ്ഞാനം വേണം. എന്നാലോ അദ്വൈത ജ്ഞാനം വിടാനും പാടില്ല. എന്താ കാരണം? ഇതിൽ മുഴുവനും ഭഗവാനാണുള്ളത്, ഇത് മുഴുവനും ഭഗവാന്റെ ശരീരമാണ് എന്നുള്ള ആ ഒരു ജ്ഞാനം കൈവിട്ടു പോകാനും പാടില്ല. അപ്പം എന്ത് വേണം? ദ്വൈതജ്ഞാനം വേണം, അദ്വൈതജ്ഞാനം വേണം. അത് രണ്ടും എനിക്കുണ്ടാക്കി തരൂ എന്ന് പ്രാർത്ഥിച്ചു. തം ത്വാം ഭജേ എന്ന് മേൽപ്പത്തൂർ പറഞ്ഞു. എന്താണ്? അങ്ങനെയുള്ള അങ്ങയെ ഞാനും ഇതാ ഭജിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനത്തെ ശ്ലോകത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തേ എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണേ. ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോ വിസഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവന്നുല്ലാസയോല്ലാഘതാം. എന്തൊരു പ്രയോഗം അതൊക്കെ എന്നറിയും. ആതാമ്രേ ചരണേ, ആങ് എന്നുള്ളതിന് ഈഷദ് എന്നർത്ഥമുണ്ട്. അതായത് ഇളം ചുവപ്പ്, ഇളം ചുവപ്പുള്ള ആ പാദങ്ങളിൽ വിനമ്രമഥതം, ആ വീണ് നമസ്കരിക്കുന്ന ആ ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ, ആ ബ്രഹ്മാവിൻ്റെ കയ്യ് തൻ്റെ കൈ കൊണ്ട് പിടിച്ച് എണീപ്പിച്ചിട്ടോ
പറഞ്ഞു. എന്താ പറഞ്ഞേ? ബോധസ്ഥേ ഭവിത, നിനക്ക് ഈ സൃഷ്ടിക്ക് വേണ്ട ശരിയായ ബോധം, അറിവ് ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. സർഗവിധിർബന്ധോവി ന സഞ്ജായതേ എന്ന് പറഞ്ഞു. ഈ കുറേ സൃഷ്ടിച്ച് കഴിയുമ്പോൾ മനുഷ്യനൊരു അഹങ്കാരമൊക്കെ വരില്ലേ? ഇപ്പോൾ ഞാൻ വീട് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ വീടാണെന്ന് ഞാൻ പറയും. എൻ്റെ വീടൊന്നുമല്ല, എനിക്കെങ്ങനെ വയ്ക്കാൻ പറ്റിയേ? അതൊക്കെ പിന്നാക്കം ആലോചിച്ച് പോയി അവസാനം ഭഗവാന്റെ അടുത്ത് എത്തുക. അപ്പോൾ ആ ഒരു വിനയഭാവം എന്നിൽ നിന്നും പോവരുത്, ഇതൊക്കെ ഞാനാ ചെയ്യണമെന്നുള്ള അഹങ്കാരം എനിക്കുണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ജാനാസ്യേവ മനീഷിതം എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഭഗവാൻ അറിയാമല്ലോ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? അപ്പോൾ അത് ഭഗവാൻ മനസ്സിലാക്കി. അപ്പോൾ അത് ചോദിക്കാണ്ട് കൊടുത്തതാ. ഞാനുണ്ടാക്കി തരാനേ ആവശ്യപ്പെട്ടുള്ളൂ. അത് ആദ്യം തന്നെ പറഞ്ഞു ബോധസ്ഥേ ഭവിത എന്ന്. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞു? ഈ ബോധം ദുരുപയോഗം നീ ചെയ്യില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയും കൂടിയും കൊടുത്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത്യാഭാഷ്യ, ഇങ്ങനെ പറഞ്ഞു, ഗിരം വാക്ക് പറഞ്ഞു, പ്രതോഷ്യ, സന്തോഷമായി, വളരെ, അതല്ലേ വേണ്ടൂ, ഭഗവാന്റെ ഒരു അനുഗ്രഹം അതേ വേണ്ടൂ നമുക്കേ എന്ന് പറഞ്ഞു. നിതരാം, അപ്പോൾ നിതരാം പ്രതോഷ്യ എന്നാണ് പറഞ്ഞത്. നല്ലോണം സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിനെ. തച്ചിത്തഗൂഢ സ്വയം, ആ ഭഗവാന്റെ ചിത്തത്തിൽ ഗൂഢനായിട്ട് ഇരിക്കുകയും ചെയ്തു സ്വയം. ഭഗവാന്റെ അല്ല, ഈ ബ്രഹ്മാവിൻ്റെ. അപ്പോൾ ബ്രഹ്മാവിന് ഈ അനുഗ്രഹം കൊടുത്തു. അത് കഴിഞ്ഞ് ബ്രഹ്മാവിനെ വളരെ സന്തോഷിപ്പിച്ചു. ഇത് കഴിഞ്ഞ ആൾ പതുക്കെ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു എന്നാണ്. അതാണ് ചിത്തഗൂഢ എന്ന് പറഞ്ഞത്. തത്ത് എന്ന് പറയുന്നത് തസ്യ ചിത്തഗൂഢ സ്വയം. ഭഗവാൻ തന്നെ നേരിട്ട് ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്നു. എന്തിനാ? ഈ സൃഷ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുക്കാനും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ അതിൽ ഇടപെടാനൊക്കെ ആയിട്ട് ഒരു അവലോകനത്തിനൊക്കെ ആയിട്ട് ഭഗവാൻ കൂടെ ഇരുന്നു. പിന്നെ സൃഷ്ടൗ തം സമുദൈരയ, ആ സൃഷ്ടിക്ക് വേണ്ട എല്ലാ പ്രേരണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചിത്തഗൂഢനായിട്ടിരുന്നത്. അങ്ങനെയുള്ള ഭഗവൻ, അങ്ങനെയുള്ള ഭഗവാനെ ഉല്ലാസയോല്ലാഘതാം, എന്നിൽ ഉല്ലാഘതയെ ഉല്ലസിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ഉല്ലാസയോല്ലാഘതാം, ആ ഉല്ലാഘത എന്ന് പറഞ്ഞാൽ ആ ലഘുത്വം, ശരീരത്തിൻ്റെ ആരോഗ്യം എന്നർത്ഥം. എന്നിട്ട് ഓടി നടക്കാൻ പറ്റുക, മനസ്സ് വിചാരിച്ചെടുത്ത് ശരീരത്തുക, അതിനൊക്കെയാണ് ഉല്ലാഘത എന്ന് പറയുക. അത് എനിക്ക് ഉല്ലസിച്ച് തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണേ. എന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യം ഉണ്ടാക്കി തരൂ എന്ന എല്ലാ ദശകത്തിൻ്റെ അവസാനമുള്ള പ്രാർത്ഥന ഇവിടെയും ചെയ്യണേ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു ദശക ആണിത്. ഇതിലെ ഈ വൈകുണ്ഠ ദർശനം ആണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വായിച്ച് പഠിച്ചു പോകുമ്പോൾ നമ്മളും ഭഗവാന്റെ കൂടെ, മേൽപ്പത്തൂരിൻ്റെ കൂടെ പോവുക, ഇതെല്ലാം നമ്മളും വേണ്ട പോലെ ദർശിക്കുക, ഉൾക്കൊള്ളുക. അപ്പോൾ നമ്മൾ ഭഗവാനെ ഭക്തിയോടുകൂടി സമീപിച്ച് ധ്യാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുണ്ഠ ദർശനം നമുക്കും സാധ്യമാവും. ഭാഗവതത്തിൽ നോക്കിയാൽ അറിയാം, പല ഭക്തന്മാർക്കും ഭക്തോത്തമന്മാർക്കൊക്കെ വൈകുണ്ഠ ദർശനം കൊടുത്തിട്ടുണ്ട്. അക്രൂരന് കൊടുത്തു, അർജുനന് കൊടുത്തു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നമ്മൾ ചെയ്യാം. എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ശ്രേയസ്സും ഉണ്ടാവട്ടെ. ഈ നാരായണീയ പദ്ധതി വളരെ നിർവിഘ്നമായിട്ട് ഭംഗിയായിട്ട് സമ്പന്നമാക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധ്യമാവട്ടെ. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.